എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസത്തിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞല്ലോ. ദൈവവചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെടാൻ യേശു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നിൽക്കാൻ കർത്താവ് ആൾക്കാരെ തിരയുകയാണ്. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഈ തിരുവചനത്തെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയോടുകൂടി പറയുന്ന ആത്മാവിൽ ബലമുള്ളവരെ കർത്താവ് അന്വേഷിക്കുകയാണ്. എനിക്ക് പല ദൈവദാസന്മാരെയും വളരെയധികം ബഹുമാനമാണ്. അദ്ദേഹം അങ്ങനെയുള്ളവർ ദൈവവചനം പറയുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കും. DGS ദിനകരൻ, അദ്ദേഹം പലയിടത്തും മീറ്റിങ്ങുകൾ വയ്ക്കും. 3 ദിവസം ഒരു സ്ഥലത്ത് കൺവെൻഷൻ ആണെങ്കിൽ 3 ദിവസം അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കും കുടുംബമായിട്ട്. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം. എന്തോരമാണ് ദൈവവചനത്തിന് അവർ കൊടുക്കുന്ന വില. മറ്റു പല ദൈവദാസന്മാരെ എനിക്കറിയാം. അവര് ഒരു മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് ആരോട് സംസാരിക്കില്ല, നേരെ സ്റ്റേജിലേക്ക് കയറും. ആരുമായിട്ട് അധികം കഥ പറയാൻ നിൽക്കില്ല. നേരെ പ്രാർത്ഥനയിൽ നിന്ന് നേരെ സ്റ്റേജിലേക്ക് കയറും. ഇന്ന് കാണുന്നത് പല കൺവെൻഷനുകൾക്ക് മുമ്പ് ചായ സൽക്കാരവും അതുപോലെ കുറേ കളിയും തമാശയും കഴിഞ്ഞ്, പിന്നെ അതെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് പലരെക്കുറിച്ചും പറഞ്ഞ് ഏറ്റവും ഒടുവിൽ സ്റ്റേജിലേക്ക് കയറുന്ന ദൈവദാസന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ കാലത്ത് ദൈവവചനത്തിന് വളരെ വില കൊടുത്ത് കയറുന്നവരാണോ? അങ്ങനെ ആളില്ലെങ്കിൽ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളായിരിക്കണം. അത് നിങ്ങൾ ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകുന്നതിന് മുമ്പേ അത് ആരംഭിക്കുക. ഒരാളോട് സുവിശേഷം പറയുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. വെറുതെ ആരോടും സുവിശേഷം പറഞ്ഞ് അവരെ ന്യായവിധിയുടെ വകയാക്കി മാറ്റരുത്. നാം സുവിശേഷം പറയുമ്പോൾ ഒന്നുകിൽ അവരെ എതിർക്കും, അല്ലെങ്കിൽ അവർ സ്വീകരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ അവരുടെ ഹൃദയം തുറക്കും. പ്രാർത്ഥിക്കാതെ ഇത് ചെയ്താൽ അവർ അതിനെ വില കൊടുക്കാതെ തള്ളിക്കളയും. അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥനയില്ലാതെ നിങ്ങൾ സുവിശേഷം അറിയിക്കരുത്. ദൈവവചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു എന്നാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ച ഭാഗം. അതിനുശേഷം ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി. എന്താണ് ആ സംഭവം? അവിടെ ആ നാട്ടിൽ വലിയ എതിർപ്പുകൾ തന്നെ പൗലോസിനെ നേരിടേണ്ടി വന്നു. അതായത് ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു തട്ടാൻ അവിടെയുള്ളവരെ കൂട്ടി വരുത്തിയിട്ട് പറഞ്ഞു, ഈ പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ച് നമ്മുടെ ദേവിക്കൊന്ന് വിലയില്ലാതെയായി. മാത്രമല്ല, ദൈവം വസ്തുക്കളിൽ അല്ലെങ്കിൽ കല്ലിലും മണ്ണിലും ഇല്ല, മനുഷ്യ ഹൃദയത്തിലാണ് വസിക്കുന്നതെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് കൊണ്ട് ഇപ്പോഴാരും വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വരുമാനമില്ല, നമ്മൾ തട്ടാന്മാരല്ലേ. ഭയങ്കര വിഷയമായി. ഭയങ്കര പ്രതികൂല കാറ്റുകൾ ഇതിൻ്റെ പേരിൽ അവിടെ വന്നു. എന്നാൽ ഇവർ ക്ഷമയോടെ അവിടെ നിന്നു. കാരണം മനുഷ്യരോട് കരുണ കാണിച്ചു, മനുഷ്യരോട് ദയ കാണിച്ച് അവർ പ്രാർത്ഥന നിരതരായിട്ട് നിന്നു. ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 20 വരുമ്പോൾ ഇങ്ങനെയാണ്: കലഹം ശമിച്ചതിന് ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞു മക്കദോനിയിലേക്ക് പുറപ്പെട്ടു പോയി. ആ കലഹം വരെ പൗലോസ് പ്രാർത്ഥനയിലായിരുന്നിരിക്കാം. കലഹം ശമിക്കുമെന്ന് പൗലോസിന് അറിയാം. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ ഒരു ശമനമുണ്ട്. ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എന്നൊക്കെ കേട്ട പാട്ട് പോലെ, പണ്ട് ഒരച്ഛൻ പാടിയ പാട്ട് പോലെ, എല്ലാ രോഗവും അതിനൊരു പരിഹാരമുണ്ട്, എല്ലാറ്റിനും ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്, എല്ലാറ്റിനും ഒരു ശാന്തത വരും. കലഹം ശമിച്ചതിന് ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു. പേടിക്കരുത്, തളരരുത്, ഈ വചനത്തിന് വേണ്ടി നിൽക്കണം. പ്രോത്സാഹിപ്പിച്ചു.
അവരെ ബലപ്പെടുത്തി. അനേക കലഹങ്ങൾ പിശാച് കൊണ്ടുവരും, അനേക പദ്ധതികൾ പിശാച് കൊണ്ടുവരും. വെളിച്ചത്തിനെതിരെ ഇരുട്ട് പോരാടും, എന്നാൽ ഇരുട്ടിന് ഒരിക്കലും വെളിച്ചത്തെ ജയിക്കാൻ കഴിയില്ല. ഈ സത്യം എന്നും ദൈവമക്കൾ അറിയണം. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പൊ ഇരുളിന്റെ പരിപാടിയാണ് കലഹം, അനർത്ഥങ്ങൾ, വെല്ലുവിളികൾ. ഇതെല്ലാം ഇരുളിന്റെ നിഷ്ഫല പ്രവർത്തികളാണ്. എന്നാൽ വെളിച്ചത്തെ ജയിക്കാൻ കഴിയില്ല. ഈ സത്യം നിങ്ങളുടെ അകത്ത് കിടക്കണം. യോഹന്നാൻ 1 കാണുന്ന പോലെ, 5 കാണുന്നത് പോലെ, 1:5 വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഒരു കൊച്ചു മെഴുകുതിരി എത്ര വലിയ ഇരുട്ടിൽ കത്തിച്ചാലും എല്ലാ ഇരുട്ട് ഓടി മാറും. ഈ മെഴുകുതിരി കത്തുന്ന കാലത്തോളം ഇരുട്ടിനെ അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. എത്ര വലിയ ഇരുട്ടാണെങ്കിലും ഈ മെഴുകുതിരിയുടെ മുമ്പിൽ നിൽക്കില്ല. പിന്നെ ബാക്കിയിലെ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കോ? നീ ലോകത്തിന്റെ വെളിച്ചമാണ്. യോഹന്നാനെ കുറിച്ച് പറഞ്ഞ അവൻ കത്തി ജ്വലിക്കുന്ന വിളക്കാണെന്ന്. അല്പസമയത്തേക്ക് നിങ്ങൾ അവന്റെ പ്രകാശത്തിൽ ആനന്ദിച്ചു. എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. വിളക്കാണെന്നല്ല, വിളക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മങ്ങും. വെളിച്ചം സൂര്യനെ പോലെ നിന്ന് ശോഭിക്കും. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 12 പറയുന്നത്, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും. ദാനിയേൽ 12:3. എന്നും എന്നേക്കും ശോഭിക്കും, എന്നും പ്രകാശിക്കും. വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഇരുട്ടിന് കഴിയില്ല. നീ ഒരു വെളിച്ചമാണെന്ന് നിന്നെ അംഗീകരിക്കണം. നിന്നെ തന്നെ നല്ലവണ്ണം അത് പറഞ്ഞ് ശക്തീകരിക്കണം. എൻ്റെ വീട്ടിൽ ഇരുട്ടില്ല, എൻ്റെ വീട്ടിൽ ഇരുട്ടിന് നിൽക്കാൻ കഴിയില്ല, ഞാൻ വെളിച്ചമാണ്. ഇവിടെ വായിച്ചു, കലഹം ശമിച്ച ശേഷം. ഇരുട്ടെന്തെല്ലാം പോരാടിയാലും ഒടുവിൽ ഇതെല്ലാം ശാന്തമാകും. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞു. അവരെ ബലപ്പെടുത്തി, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങി. നിങ്ങൾ വെളിച്ചമാണ്, നിങ്ങൾ ശക്തരാണ്, നിങ്ങളെ ഈ പട്ടണം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങളുണ്ട്. പ്രബോധിപ്പിച്ചു. ആയിരക്കണക്കിന്, 10,000-കണക്കിന് ശിഷ്യന്മാരവിടെയുണ്ട്. അവരെയെല്ലാം പ്രബോധിപ്പിച്ചിട്ട് നേരെ മക്കദോന്യക്ക് പുറപ്പെട്ടു പോയി. തീർന്നില്ല, ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. എവിടെ? മക്കദോന്യ. അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്തെത്തി. എഫസോസിൽ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ച് തീർന്നില്ല, മക്കദോന്യ ചെന്ന് അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചു. അവരോട് രാപ്പകലില്ലാതെ ദൈവവചനം പറഞ്ഞ് അവരെ ചാർജാക്കി. ഇങ്ങനെയുള്ളവരൊക്കെ എഴുന്നേറ്റ് വരണം. അതാരാ? നിങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ ഇങ്ങനെയുള്ളവർ എഴുന്നേൽക്കേണ്ട സമയമാണ്. ഏറിയ നിലവാരത്തിൽ പ്രബോധിപ്പിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. അതിനുശേഷം 3-ാം വാക്യം, അവിടെ 3 മാസം കഴിച്ചിട്ട് സുറിയക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ മക്കദോന്യ വഴി മടങ്ങിപ്പോകാൻ നിശ്ചയിച്ചു. കാരണം വേല തികയ്ക്കണം. നേരെ പോയി ദുഷ്ടന്മാരുടെ കയ്യിൽ പോയി പെടുന്നില്ല. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, വേലകൾ തീർക്കാനുണ്ട്. അവിടെ ജ്ഞാനം ഉപയോഗിച്ചു. ഇന്നാൾ ഒരാൾ പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയില്ല, എനിക്ക് രക്തസാക്ഷിയാകണം. വെറുതെ നിന്നു കൊടുത്താൽ മതി. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒരു പട്ടണത്തിൽ ഉപദ്രവിക്കുമ്പോൾ അടുത്ത പട്ടണത്തിലോട്ട് ഓടിപ്പോകാൻ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ വേല തീർന്നിട്ടില്ല, അത് നിന്നു കൊടുക്കരുത്. എന്നെ ആരും തൊടില്ല, ദൂതന്മാരുണ്ട്, വെറുതെ ദൈവത്തെ പരീക്ഷിക്കരുത്, ഓടിപ്പോകാൻ ബൈബിൾ പറയുന്നു. യേശു പറഞ്ഞു. പൗലോസ് അവിടെ നിന്ന് പതുക്കെ വഴിമാറിപ്പോയി. എന്തിനാണ് പൗലോസിനെ ശിഷ്യന്മാര് കൊട്ടയിലാക്കി ഇറക്കി വിട്ടത്? ദൈവത്തിന്റെ ദൂതന്മാർ കാക്കുമില്ലേ? നാം ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യട്ടെ. സുവിശേഷത്തിന് വേണ്ടി നാം ജ്ഞാനം ഉപയോഗിക്കണം. ഒഴിഞ്ഞു മാറേണ്ടിടത്ത് ഒഴിഞ്ഞു മാറണം.
ജ്ഞാനം ഉപയോഗിക്കണം. വെറുതെ ഒരു വിവാദത്തിന് ആരുമായിട്ട് വഴിയുണ്ടാക്കരുത്. ചില പറയും ഞങ്ങളിവിടെയും ആരാധിക്കും, ആരെല്ലാം ഉണ്ടായാൽ ജനാലയെല്ലാം തുറന്നിട്ട് എല്ലാവരും നാട്ടുകാർ കിടന്നുറങ്ങുമ്പോൾ ഉള്ള ചെണ്ടയെല്ലാം എടുത്ത് അടിച്ച് നേരം വെളുക്കുന്നവരെയും നൈറ്റ് പ്രെയർ ആണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉറങ്ങണ്ടേ? എന്നാൽ ജനാല അടച്ചിട്ടിട്ട് ഇത്തിരി ശാന്തമായിട്ട് ആ പ്രാർത്ഥന കൊണ്ടുപോകും. കുറച്ച് ജ്ഞാനം ഉപയോഗിക്കണം, പലതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണം. പ്രത്യേകിച്ച് ഈ ലണ്ടനിൽ അവിടെ ഒരു എയർപോർട്ട്, ഇത്രോ എയർപോർട്ട്, അതിൻ്റെ അടുത്ത് പോയപ്പോൾ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഞാൻ പോയി പാർത്തു. അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ് രാത്രി ഒറ്റ ഫ്ലൈറ്റ് ഇവിടെയില്ല. കാരണം ഈ അയൽവാസികൾ പറയും ഇവിടെ ഉറങ്ങണമെന്ന്, ശാന്തമായി ഇന്ന് ഉറങ്ങണം. അതുകൊണ്ട് രാത്രി ഫ്ലൈറ്റ് സർവീസ് ഇല്ല ഇത്രോ എയർപോർട്ടിൽ. എന്താ കാരണം? അവര് നിശബ്ദതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. സമൂഹത്തിൽ നിശബ്ദതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരുടെ അവരെ മനസ്സിലാക്കണം, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ പഠിക്കണം. ദൈവസഭകൾക്ക് പലർക്കും പരിജ്ഞാനത്തിൻ്റെ പോരായ്മകളുണ്ട്. അത് നിമിത്തം സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത് വെറുപ്പാണ്. എന്നാൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ നിശബ്ദമായിട്ടിരിക്കുന്നവർ വരെ വന്നിട്ട് ആർക്കാൻ തുടങ്ങും. അതുപോലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിർത്താൻ പറഞ്ഞാൽ ഒരു ആർത്ത് വിളിക്കും. യേശുവിൻ്റെ ചുറ്റും കൂടിയവർ അവരാർത്ത് വിളി നിർത്തുന്നില്ല. അതാണ് മഹാപുരോഹിതന്മാർ പറയുന്നത്, ഇവരൊന്നും മിണ്ടാതിരിക്കും, പിള്ളേരെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും. യേശു പറഞ്ഞു ഇവരാർത്ത് വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ ജനത്തിന്റെ അന്തരീക്ഷം മാറും. ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വെറുതെ കിടന്ന് വെച്ചപ്പാടുണ്ടാക്കരുത്, നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. ഈ വർഷമെങ്കിലും കുറച്ച് ജ്ഞാനവും വിവരവും ഒക്കെ നമ്മൾ പ്രാപിക്കണം. ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ പണിത വീടാണ്, ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയും പ്രാർത്ഥിക്കും. ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നേ, നാട്ടുകാർ കേൾക്കാനാണ്. അറയിൽ കിടന്ന് കഥകടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് ആരോടൊക്കെയോ ദൈവം സംസാരിക്കാൻ ജ്ഞാനം ഉപയോഗിക്കും. വിദേശ രാജ്യങ്ങളിലുള്ളവർ, എൻ്റെ ഈ പ്രോഗ്രാം കേൾക്കുന്നവർ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ആളുണ്ട്, ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ആളുണ്ട്. അവർ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഉറക്കം വളരെ പ്രാധാന്യമാണ്. 3-4 ഡ്യൂട്ടി ടൈമുള്ള പല ഹോസ്പിറ്റലുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുണ്ട്. ഭർത്താവും കുഞ്ഞുങ്ങളൊന്നും നിശബ്ദമായാൽ ആ അമ്മ നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ, അപ്പനൊന്ന് ഉറങ്ങട്ടെ, ജോലി കഴിഞ്ഞ് വന്ന മോനൊന്ന് ഉറങ്ങട്ടെ. ആ മുറിയിലോട്ട് ചെല്ലല്ലേ, ശബ്ദം കുറച്ച് പറ. ഉറക്കം വളരെ വിലപ്പെട്ടതാണ്, വിശ്രമം വളരെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വിവേകം തന്നതുകൊണ്ട് ജനങ്ങൾ കടന്നു വരാൻ തുടങ്ങും. മറ്റുള്ളവർ ബഹുമാനിക്കാത്ത എല്ലാ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. രാത്രി പ്രാർത്ഥനകളിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യരുത്. അതിന് പറ്റിയ സൗണ്ട് പ്രൂഫ് സംവിധാനങ്ങൾ കൊണ്ടുവരണം. അതുവരെ ശാന്തമായി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർ മനസ്സിലാക്കും ഇത് വളരെ വിസ്ഡമുള്ള ക്വാളിറ്റിയുള്ള ജനങ്ങളാണെന്ന് മനസ്സിലാക്കും. നമ്മെക്കുറിച്ച് അങ്ങനെ മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവ്, ഈ ആഴ്ചയുടെ ഒടുവിൽ ഞങ്ങൾക്ക് ദൈവവചനം ധ്യാനിക്കാൻ അവസരം തന്നതിന് നന്ദി. പരിജ്ഞാനത്തോടെ ഒഴിഞ്ഞു മാറേണ്ടിടത്തെല്ലാം ഒഴിഞ്ഞു മാറാനും, പ്രബോധിപ്പിക്കേണ്ടിടത്ത് പ്രബോധിപ്പിക്കാൻ, ഏറിയൊന്ന് പ്രബോധിപ്പിക്കേണ്ടിടത്ത് ഏറിയ നിലയിൽ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും തരണമേ. ഒരു സ്ഥലത്ത് ഒതുങ്ങാതെ മുന്നോട്ട് അടുത്ത ഇടങ്ങളിൽ പോയി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ പൗലോസിനെ പോലെ ജ്ഞാനവും കൃപയും ഉത്സാഹവും ഞങ്ങൾക്ക് നൽകണം. ഇത് കേൾക്കുന്നവരെല്ലാം കർത്താവിൽ പ്രബലപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു.
നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം ഞായറാഴ്ച രാവിലെ 8 മണിക്ക് സഭയിലുണ്ട്. പ്രൈസ് ജനറേഷനിൽ ആലപ്പുഴയിൽ വെച്ച്. വരാൻ കഴിയുന്നവർ, അവധിക്ക് നാട്ടിൽ വന്നവരൊക്കെ ഉണ്ടല്ലോ, ഒരു സഭായത്തിനെങ്കിലും വന്നിട്ട് പോകണം. നിങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും തിങ്കളാഴ്ച രാവിലെ മുതൽ ജീസസ് എവരി ഡേ എന്ന ഈ പ്രാർത്ഥന പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, അത്ഭുത ഭവനമിത് എന്നെ തരുന്നു, തിരുനാമത്തിനായി വരുന്നു, തിരുപാദത്തിൽ ഞാൻ അത്ഭുത ഭവനമിത്. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ, അത്ഭുത ഭവനമിത്.
ദർശനം പ്രാപിച്ചിടും ഇന്നും പ്രവർത്തിക്കുന്നു എന്റെ നന്മയ്ക്ക്. ഒന്ന് പാടിയാട്ടെ, യേശു പ്രവർത്തിക്കുന്നു, യേശു